പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ എങ്ങനെയാണ് ഈ വിധിന്യായത്തെ കാണുന്നത്? വിധിന്യായത്തിലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ എത്രത്തോളം ശക്തമാണ്, അതിലുള്ള ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതെല്ലാം പരിശോധിച്ച് വളരെ വിശദമായി തന്നെ ഈ ജഡ്ജ്മെന്റിനെതിരായിട്ടുള്ള അപ്പീൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഒരാഴ്ച തന്നെ ഫയൽ ചെയ്യാനുള്ള നടപടികൾ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലാണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. വിധിപ്പകർപ്പ് പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടി. അതെ, വിധിപ്പകർപ്പ് പരിശോധിച്ച ശേഷമായിരിക്കും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുക. ഈ കേസിൽ ഒരുപാട് പഴി താങ്കൾ കേട്ടതാണല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള ഒരു പ്രതികരണം? ഇനിയും പഴി ഉണ്ടാകുമായിരിക്കാം. പഴിയുടെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്കും നിയമത്തിന്റെ വഴിക്കും പോകും. ഇതിന്റെ ഒരു മെറിറ്റ് എങ്ങനെയായി വിധിന്യായം? ഇപ്പം മെറിറ്റിനെ കുറിച്ച് ഈ സമയത്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഉചിതമല്ല. വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ. കെ വി കുഞ്ഞിരാമന് ഈ ശിക്ഷ ഇത്രയും വർഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നോ? എന്തുകൊണ്ടാണത്? അതൊന്നും ഇപ്പോൾ അത് കൂടുതലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അതൊരു കോടതിയുടെ വിധിന്യായമാണ്. അതിനെതിരെ അടിയന്തരമായി അപ്പീൽ സമർപ്പിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അപ്പീൽ സമർപ്പിക്കും. വളരെ പെട്ടെന്ന് അപ്പീൽ സമർപ്പിക്കുമെന്നുള്ള പ്രതികരണമാണ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ കൊച്ചി.